പാർട്ടി പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് പണയം വെക്കുന്ന ഒരു നടപടിയാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. കഴിഞ്ഞ 15 വർഷമായി സംഘിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഘിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംഘിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിയെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ UDF അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രയും സുപ്രധാനമായ പദവിയിലേക്ക് വെക്കുന്നത് തെറ്റാണ് എന്ന എൻ്റെ ആത്മരോഷമാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. നമ്മുടെ AGയെ പോലെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിയെ പോലെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പോലെയുള്ള പദവിയല്ല. അത് ഭരണഘടനാപരമായ ഏറ്റവും വലിയ പദവിയാണ്. അതിൽ ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ അത് ഗവർണർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ 5 വർഷക്കാലത്തേക്ക് അദ്ദേഹത്തെ മാറ്റണമെങ്കിൽ ഇംപീച്ച്മെൻറ്റ് നടപടി വേണം. ഇംപീച്ച്മെൻറ്റ് നടപടി നടന്ന് പ്രസിഡൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ മാറ്റാൻ കഴിയുള്ളൂ. ഇതിലേറ്റവും പ്രധാനമായും ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ 4 or 5 തവണ പത്രക്കാരെ കണ്ടതാണ്. അന്ന് ഞങ്ങളുടെ പരാതി ഏറ്റവും പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ഡീലിമിറ്റേഷൻ ഏകപക്ഷീയമായി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ പേരിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ BJPക്ക് 800 വോട്ടുകൾ പോലുമുള്ള വാർഡുകളാക്കി BJPക്ക് മാറ്റിക്കൊടുത്തുകൊണ്ടാണ് കോഴിക്കോട് UDFന് പരാജയം സംഭവിക്കാനിടയായത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുകളോളം BJP കിട്ടിയതും അങ്ങനെയാണ്. അങ്ങനെയുള്ള തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് 941 പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഒറ്റ പഞ്ചായത്തിലെ ഒരാവശ്യങ്ങൾ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകപക്ഷീയമായി LDFന് അനുകൂലമായി നിന്ന് നമുക്ക് അനുകൂലമായ തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ്. മാത്രമല്ല 2029 ഡീലിമിറ്റേഷൻ വരികയാണ്. കേരളത്തിൽ 20 പാർലമെൻറ്റ് 30 പാർലമെൻറ്റ് ആവുകയാണ് എന്ന് പറഞ്ഞാൽ 140 സീറ്റുകൾ അത് 200-ലേറെ സീറ്റുകളായി വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ കൺവീനറായി പ്രവർത്തിക്കുന്ന സ്ഥിരാംഗം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട പദവിയാണ്. ആ പദവിയിൽ UDFന് എതിരായി നിൽക്കുന്ന കാലാകാലങ്ങളിൽ അദ്ദേഹം പഠിച്ചത് ഞാൻ പഠിച്ച കാലത്തിലാണ്. ഞാൻ KSUവിന് ജില്ലാ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹം SFIയുടെ ഏറ്റവും സജീവമായ പ്രവർത്തകനും നേതാവുമായിരുന്നു. ലോ കോളേജിൽ ഞാൻ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ജൂനിയറായി എനിക്ക് അവിടെ പഠിക്കാൻ വന്നത്. അന്ന് KSU നേരിടാൻ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം താമസിച്ചത് ഞാൻ കൗൺസിലറായിട്ടുള്ള ചാലപ്പുറത്ത് തളിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മവും അതുപോലെ താമസവും ഒക്കെ മുന്നോട്ട് പോയത്. അദ്ദേഹം LLB കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങിയത് കോഴിക്കോടാണ്, മഞ്ചേരി സുന്ദരരാജൻ്റെ കീഴിലാണ്. അന്ന് ഒരു കാലത്തും UDFോ കോൺഗ്രസോ ആയിട്ടില്ലാത്ത എന്നും UDFനും കോൺഗ്രസിനും എതിരായി നിലപാടെടുക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ 15 വർഷമായി സംഘിയാണ് എന്ന് പറഞ്ഞാൽ ഒരു സംഘിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടോ അതെല്ലാം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംഘിവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിയെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ UDF അധികാരത്തിലിരിക്കുമ്പോൾ ഇത്രയും സുപ്രധാനമായ പദവിയിലേക്ക് വെക്കുന്നത് തെറ്റാണ് എന്ന എൻ്റെ ആത്മരോഷമാണ്. അതെൻ്റെ ആത്മരോഷം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി പാർട്ടിക്ക് വേണ്ടി SFIക്കാരോടും DYFIക്കാരോടും CPMമാരോടും പോലീസുകാരോടും അതിശക്തമായി എതിരിട്ട് അവരോട് പോരാടി ജയിൽ ശിക്ഷ അനുഭവിച്ച് പീഡനങ്ങൾ അനുഭവിച്ചു വന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അവർ CPMനെതിരായും അതുപോലെ സംഘികൾക്കെതിരായും നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയവരാണ്. അവരുടെ ആത്മവീര്യം കെടുത്തുന്ന നടപടിയാണിത്. ഇതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. ഞാൻ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. എൻ്റെ ജീവിതം മുഴുവനും കോഴിക്കോടാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്ന കാലത്തും അദ്ദേഹം ജോലി ചെയ്ത് തുടങ്ങിയ കാലത്തും അദ്ദേഹം മജിസ്ട്രേറ്റ് ആവുന്നത് വരെയുള്ള കാലത്തും അതിനുശേഷമുള്ള കാലത്തും ഒരു കാലത്തും കോൺഗ്രസിന് അനുകൂലമായോ കോൺഗ്രസിന് ഒരു അനുതാപപരമായ നിലപാടും എടുത്തിട്ടില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഇതുപോലെ തന്ത്രപ്രധാനമായ ഒരു തസ്തികയിൽ ഉണ്ടായാൽ കോൺഗ്രസിന് സർവനാശമാണ്, UDFന് സർവനാശമാണ് ഉണ്ടാവുക. അത് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങൾക്ക് മുമ്പാകെയല്ല, എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടാണ്. എൻ്റെ പ്രസിഡന്റ്, ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള KPCCയുടെ പ്രസിഡന്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഉള്ള ഒരു മന്ത്രിസഭയിൽ ഇങ്ങനെ തീരുമാനമെടുത്തത് തെറ്റായിപ്പോയി, വേദനയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഇവിടെ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി, നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹം കേരളത്തിലെ നിയമസഭയിലും പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് എന്ത് തെറ്റുകളുണ്ടെങ്കിലും അത് തെറ്റുകൾ കണ്ടുപിടിച്ചാൽ അത് പത്രക്കാരായാലും പാർട്ടി പ്രവർത്തകരായാലും
തെറ്റുകൾ കണ്ടുപിടിച്ചാൽ അത് തിരുത്തി അവ പരിഹാരമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ന് രാവിലെ KM ഷാജി നടത്തിയ പ്രതികരണം ഈ നിയമനത്തിൽ അപാകതയില്ല, വിശ്വാസിയായതിന്റെ പേരിൽ സംഘിച്ചാപ്പ് കുത്തേണ്ട എന്നാണ് KM ഷാജി അതിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. വിശ്വാസികളെയും സംഘികളെയും തിരിച്ചറിയുവാൻ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, കേരളത്തിലെ UDFക്കാർക്ക് അറിയാം. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, പക്ഷെ നമ്മളെല്ലാം സംഘികളാണോ? അപ്പോൾ സംഘികളെ തിരിച്ചറിയുവാനും വിശ്വാസികളെ തിരിച്ചറിയാനും കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. അത് അദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആളല്ല. ഞാൻ എൻ്റെ പാർട്ടിയിൽ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോട്, പാർട്ടിയുടെ മുഖ്യമന്ത്രിയോട്, പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറിയോട്, പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരോടാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഞാനത് പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം AGയുടെ നിയമനം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ എൻ്റെ നിയമനമല്ല. അത് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കേണ്ട തീരുമാനമാണ്. അദ്ദേഹത്തിലെ പ്രൈവറ്റ് സെക്രട്ടറി തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അല്ലാതെ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്നതല്ല. കേരളത്തിൽ ലക്ഷോപലക്ഷം വരുന്ന UDFകാരെ ബാധിക്കുന്നതല്ല. പാവപ്പെട്ട UDFകാർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഭരണമുണ്ടാവണമെന്ന് ആഗ്രഹിച്ചത്? ഒരു സംഘിയെ സുപ്രധാന തസ്തികയിൽ ഇരുത്തുന്നതിന് വേണ്ടിയാണോ അവർ കഷ്ടപ്പെട്ടത്? ഒരു CPMകാരായ ആളുകളെ ഈ കുടിയിരുത്തുവാനും അവരെ പച്ചപ്പരവധാനം ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുമാണോ ഇവിടെയുള്ളവർ ആഗ്രഹിച്ചത്? ഞാൻ ചെറുപ്പം മുതൽ കോൺഗ്രസ്സുകാരനായിരുന്നു. എൻ്റെ ഉപ്പ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പത്രപ്രവർത്തകനായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു. എൻ്റെ ഉമ്മ മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. എൻ്റെ 2 സഹോദരങ്ങളും പാർട്ടിയുടെ വലിയ നേതാക്കന്മാരായിരുന്നു. എനിക്ക് കുടുംബത്തെക്കാളും എൻ്റെ പ്രൊഫഷനേക്കാളും എൻ്റെ എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ പാർട്ടി ഒരു പടുകുഴിയിലേക്ക് വീഴ്ന്നു പോകുന്നു എന്ന് കാണുമ്പോൾ അടങ്ങിയിരിക്കാൻ എനിക്ക് കഴിയില്ല. പാർട്ടി എനിക്ക് അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ്. പാർട്ടിക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അത് ആര് തീരുമാനം തെറ്റാണെങ്കിലും അത് പുറപ്പുറത്ത് കയറി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞത് പാർട്ടി പത്രമാധ്യമങ്ങളോടല്ല, ഞാൻ എൻ്റെ പാർട്ടി പ്രസിഡന്റിനോടാണ്. അദ്ദേഹം താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് സാധാരണ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കും. അദ്ദേഹം തിരുത്തും, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പം മാത്രമേ തിരുത്താൻ കഴിയൂ, വെച്ച് കഴിഞ്ഞാൽ തിരുത്താൻ കഴിയില്ല. അത് കോൺഗ്രസിന് സർവനാശമുണ്ടാകും, UDFന് സർവനാശമുണ്ടാകും. അത് അവസാനിപ്പിക്കുവാൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനുവേണ്ടി ഏതറ്റം വരെ മുന്നോട്ട് പോകാനും ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായി ഞാൻ ഉണ്ടാകും. പ്രസിഡന്റ് തിരുത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ആർജവത്തോടുകൂടി ഒരു KPCC പ്രസിഡന്റായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തണം. AICCയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. AICC ഇക്കാര്യത്തിൽ എടുക്കണം. പാർട്ടി പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന് പണയം വെക്കുന്ന ഒരു നടപടിയാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല.